ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ്. അതിലെ 4ാമത്തെ യൂണിറ്റ് ആണ്. 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആദ്യത്തെ പറക്കൽ. ആദ്യത്തെ പറക്കലിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഒരു പ്രവർത്തനമായിട്ടാണ് ഇത് വരുന്നത്. സന്ദർഭം അനുസരിച്ച് നമ്മൾ ഇതിലെ റീഡിംഗ് വീഡിയോയെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കഥയിൽ നിന്ന് കണ്ടെത്തി പറയാമെന്നുള്ള വാക്യങ്ങളുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ കണ്ടെത്തി പറയുക. അങ്ങനെ ഇതിലൊരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിനു വേണ്ട ധൈര്യം അവനിൽ ജനിച്ചില്ല. ഉത്തരം: അവൻ്റേതിനോളം നീണ്ടവയല്ലാത്ത ചിറകുകളുള്ള ജ്യേഷ്ഠന്മാരും കൊച്ചു സഹോദരിയും പാറയുടെ വക്കിൽ ഓടിച്ചെന്ന് ചിറകടിച്ചു പറന്നു പോയത് അവൻ കണ്ടതാണ്. അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിനു വേണ്ട ധൈര്യം അവനിൽ ജനിച്ചില്ല. അടുത്തത്: അവനപ്പോൾ സ്വന്തം ശരീരത്തിന്റെ അംശം തിന്നുന്നത് പോലെയാണ് തോന്നിയത്. ഉത്തരം: പറക്കാനുള്ള ഭയം കാരണം ഭക്ഷണം തേടി പോകാനാകാതെയിരുന്ന ബാലനായ കടൽക്കോഴിക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഇരുന്നിരുന്ന പാറയുടെ അടുത്ത് അന്വേഷിക്കാൻ ആരംഭിച്ചു. എന്നാൽ അവനൊന്നും തന്നെ തിന്നാൻ കിട്ടിയില്ല. അവനും സഹോദരന്മാരും സഹോദരിയും മുട്ടയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കിടന്ന പരുപരുത്തതും അഴുക്കു നിറഞ്ഞതുമായ വൈക്കോൽ കൂട്ടത്തിൽ പോലും അവൻ ഭക്ഷണത്തിനായി തിരഞ്ഞു. പുള്ളികളോട് കൂടിയ മുട്ടത്തോടിന്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ കൊത്തി തിന്നു നോക്കിയപ്പോൾ അവന് സ്വന്തം ശരീരത്തിന്റെ അംശം തിന്നുന്നത് പോലെയാണ് തോന്നിയത്. അടുത്ത ചോദ്യം: 1 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷം കൊണ്ട് ആർക്കുകയായി. ഉത്തരം: തനിക്കു കഴിക്കാൻ ഭക്ഷണത്തിനായി ബാലനായ കടൽക്കാക്ക കരയാൻ തുടങ്ങി. അമ്മ കോഴിയാണ് കേട്ടോ. അമ്മയോടുള്ള അപേക്ഷയായിട്ടാണ് അവൻ കരയാൻ തുടങ്ങിയത്. 1 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം മീൻ കൊത്തിയെടുത്തുകൊണ്ട് അമ്മ കടൽക്കാക്ക തൻ്റെ നേരെ പറന്നു വരുന്നത് കണ്ടപ്പോൾ അവൻ സന്തോഷം കൊണ്ട് ആർക്കുകയായി. അടുത്തത്: അവൻ അത്ഭുതപ്പെട്ടു. ഒരു നിമിഷം നിന്നുപോയി. ഭക്ഷണവുമായി തനിക്കു നേരെ പറന്നു വന്നിരുന്ന അമ്മ കടൽക്കാക്ക പാറയുടെ മുമ്പിൽ എത്തിയപ്പോൾ പറക്കൽ നിർത്തി. എന്നിട്ട് നിർജീവമായി തൂങ്ങിക്കിടക്കുന്ന കാലുകളോടുകൂടി അവൻ്റെ കൊക്കിനു പ്രായേണ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ തൻ്റെ കൊക്കിൽ മത്സ്യക്കഷ്ണം വെച്ചുകൊണ്ട് ആ കുഴിയുടെ മീതെ നിന്നു കളഞ്ഞതു കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ട് ഒരു നിമിഷം നിന്നുപോയി. അടുത്ത ക്വസ്റ്റ്യൻ: അവൻ്റെ നെഞ്ചിലെ തൂവലുകളുടെ നേർക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു. ഉത്തരം: വിശപ്പ് കലശമായപ്പോൾ ആ നിമിഷം മീൻ കഷ്ണത്തിനായി അവൻ മുന്നോട്ട് കുതിച്ചു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ ആ ശൂന്യതയിലേക്ക് കീഴോട്ടു പോയി. അവൻ്റെ മാതാവാകട്ടെ മുകളിലേക്ക് പറന്നുയരുകയാണ് ചെയ്തത്. അവളുടെ കീഴിലൂടെ പാഞ്ഞപ്പോൾ അവൻ ചിറകടി കേൾക്കുകയുണ്ടായി. പിന്നെ ഭീമമായ ഭയം അവനെ പിടികൂടി. ഇത് ഒരു നിമിഷം മാത്രമേ നിലനിന്നുള്ളൂ താനും. അടുത്ത നിമിഷത്തിൽ തൻ്റെ ചിറകുകൾ പുറത്തേക്ക് പറക്കുന്നു എന്ന് അവൻ അറിഞ്ഞു. അവൻ്റെ നെഞ്ചിലെ തൂവലുകൾക്ക് നേർക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു. അടുത്ത ചോദ്യം: ഇതു കണ്ട് ഒരു വശത്തേക്ക് കൊക്കു ചെരിച്ചു വെച്ച് അവൻ വിനോദപൂർവം ഒന്ന് കരഞ്ഞു. ഒരു കാലത്ത് തനിക്ക് പറക്കാൻ സാധിച്ചിരുന്നില്ലെന്നുള്ള സംഗതി അപ്പോൾ അവൻ വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ പൊങ്ങുവാൻ തുടങ്ങി, താഴുവാൻ തുടങ്ങി. കുതിച്ചു ചാടുവാനും അവൻ ആ സമയം സമുദ്രത്തിന് സമീപത്തെത്തിയിരുന്നു. സമുദ്രത്തിന്റെ മീതെ മുന്നോട്ട് അവൻ പറന്നു. വിസ്താരമേറിയ ഒരു പച്ചക്കടലും അതിനു മീതെയുള്ള ചലിക്കുന്ന മേടുകളും അവൻ താഴെ കണ്ടു. ഇതുകണ്ട് ഒരു വശത്തേക്ക് കൊക്കു ചെരിച്ചു വെച്ച് അവൻ വിനോദപൂർവം ഒന്ന് കരഞ്ഞു. അടുത്തത്: അവൻ്റെ കുടുംബക്കാർ നിലവിളിച്ച് അവനെ സ്തുതിച്ചു. അവൻ്റെ കാലുകൾ ആ പച്ചക്കടലിൽ താണുപോയി. വയറു ചെന്ന് അതിൽ മുട്ടി നിന്നു. പിന്നെ അവൻ താണുപോയില്ല, അതിൽ അങ്ങനെ പൊങ്ങിക്കിടന്നു. അവൻ്റെ കുടുംബക്കാർ നിലവിളിച്ച് അവനെ സ്തുതിച്ചു. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.